എങ്ങനെയാണ് മ്യൂസിക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഇസ് ദ പേസ് മേക്കർ എഫക്റ്റ്. പേസ് മേക്കർ എഫക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മുടെ കൺട്രോളുള്ള സാധനമല്ല, സബ് കോൺഷ്യസ്ലി നമുക്ക് ഉണ്ടാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഒരു ബീറ്റ് ഉണ്ടെങ്കിൽ ആ ബീറ്റിനനുസരിച്ച് നമ്മുടെ ഹൃദയമിടിപ്പുകളും ഹാർട്ട് ബീറ്റ് റേറ്റും നമ്മുടെ ബ്രീത്തിങ്ങും ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ്ലി അലൈൻഡ് ആവുന്ന പ്രക്രിയനെയാണ് പേസ് മേക്കർ എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത് നമുക്കൊരു ഹൈ എനർജി വർക്കൗട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ച് ടെമ്പോ കൂടിയ സൗണ്ട്, ടെമ്പോ എന്ന് പറഞ്ഞാൽ ഒരു 130 BPM ബീറ്റ്സ് പെർ മിനിറ്റിൻ്റെയൊക്കെ മുകളിലുള്ള മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളും ആ ഫ്ലോയിലേക്ക് സൂംബ മ്യൂസിക് ഒക്കെ കേട്ടില്ല, കാർഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ദേ യൂസ് ഹൈ ടെമ്പോ സൗണ്ട്സ്. ബിക്കോസ് ആ ഹൈ ടെമ്പോ സൗണ്ട്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൻ്റെ സെറിബെല്ലത്തിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ ഇവോൾവ് ചെയ്ത് വന്നൊരു ഫീച്ചറാണ്. ദാറ്റ് ഇസ് പേസ് മേക്കർ എഫക്റ്റ്. രണ്ടാമത്തെ എഫക്റ്റാണ് ഫിൽട്ടർ എഫക്റ്റ്. ഫിൽട്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ട് ചെയ്യുക ബ്രെയിനിനെ. അതാണ് ഫിൽട്ടർ എഫക്റ്റ്. നമ്മൾ ത്രെഡ്മില്ലൊക്കെ ഓടി ക്ഷീണിക്കുന്ന സമയത്ത് നമ്മുടെ ലങ്സൊക്കെ പഞ്ചർ ആവാറായി, നമ്മുടെ ഹാർട്ടൊക്കെ അത്രയും ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്തു, നമ്മുടെ കാല് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രെയിനിനെ ഡിസ്ട്രാക്ട് ചെയ്യണതെന്ന് നമ്മുടെ ഈ പെയിന് വരുന്ന ബ്രെയിനിൻ്റെ ഏരിയനെ നമ്മൾ നല്ല ഹൈ പമ്പ് മ്യൂസിക് കൊടുത്തിട്ട് ലിസൺ ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ ഈ മ്യൂസിക്കിൽ ഫോക്കസ് ചെയ്യും, പകരം ഈ പെയിൻ ട്രിഗർ ചെയ്യുന്ന ന്യൂറോൺസിനെ സപ്രസ് ചെയ്യും.